സുഹൃത്തുക്കളെ എല്ലാവർക്കും നമ്മുടെ പൊതുവിലേക്ക് സ്വാഗതം. ഇന്ന് ഒരുപാട് കാര്യങ്ങൾ നിങ്ങളുടെ അടുത്ത് പറയാനുണ്ട്. അതിൽ കുറച്ച് കാര്യങ്ങൾ ഞാൻ എന്തായാലും ഇപ്പോൾ പറയാൻ വേണ്ടിയിട്ടാണ് വന്നിരിക്കുന്നത്. എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇലക്ഷന്റെ അല്ലെങ്കിൽ ജനവിധി അതിന്റെ റിസൾട്ട് നമ്മൾ ഇന്ന് അറിഞ്ഞല്ലേ. ജനങ്ങൾ രേഖപ്പെടുത്തിയ അവരുടെ വോട്ട് അല്ലെങ്കിൽ സമ്മതിദാനാവകാശം എന്ന് പറയുന്നത് അതിന്റെ ഒരു വിധി ഇന്ന് നമ്മൾ അറിയുന്ന സമയത്ത് വൻ പരാജയവും വൻ വിജയങ്ങളും ഒക്കെ നമ്മൾ പല സ്ഥലങ്ങളിലും പല സമയങ്ങളിലുമായിട്ട് കണ്ടുകൊണ്ടിരിക്കുകയാണ് അല്ലേ. രാവിലെ മുതൽ എല്ലാ രാഷ്ട്രീയ പാർട്ടികളും ഉറ്റുനോക്കിയിരുന്ന ഒരു ജനവിധിയായിരുന്നു കേരളത്തിന്റെ ഇത്തവണ ഉണ്ടായിരുന്നത്. അതായത് 10 വർഷം നല്ല മികച്ച ഭരണം കാഴ്ചവെച്ച ഒരു പാർട്ടി അവിടെ നിന്ന് പടിയിറങ്ങി പോകുമ്പോൾ പണ്ട് അഴിമതിയിൽ കൂടി മാത്രം വിജയിച്ച് കയറി വന്നിരുന്ന ഒരു പാർട്ടി വീണ്ടും അധികാരത്തിലേക്ക് വരുമ്പോൾ എന്തൊക്കെയാണ് ഇനി നടക്കാൻ പോകുന്നത് നമുക്ക് കണ്ടറിയണം അല്ലേ. അതായത് ഈ പാർട്ടി അധികാരത്തിൽ വരുമ്പോഴത്തേക്കും ഇവർ ആദ്യമേ പറഞ്ഞിരുന്നത് ക്ഷേമ പെൻഷൻ 3000 രൂപയാക്കി കൂട്ടും, പിന്നെ പഠിക്കാൻ പോകുന്ന വിദ്യാർത്ഥികൾക്ക് അവർക്ക് വേറെ അലവൻസ് കൊടുക്കുന്നുണ്ട്, ഈ ജോലി ഇല്ലാത്ത ആളുകൾക്ക് വേറെയും കുറെ കാര്യങ്ങളുണ്ട്. അങ്ങനെയൊക്കെ ഒരുപാട് പ്രഹസനങ്ങളും ഒരുപാട് കാര്യങ്ങളും ഒക്കെ ഇവർ പറഞ്ഞുകൊണ്ടാണ് VD സതീശൻ അടക്കമുള്ള കൊങ്ങിക്കുട്ടന്മാരൊക്കെ ഈ പറയുന്ന അധികാരത്തിലേക്ക് വന്നിരിക്കുന്നത്. ഇനി ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ നടപ്പിലാക്കുന്നുണ്ട് എന്നുള്ളതൊക്കെ നമ്മളൊക്കെ ഒന്ന് കണ്ടിരിക്കണം. നമുക്കറിയാം ഓഖി അതേപോലെയുള്ള വയനാട് ദുരന്തം അല്ലെങ്കിൽ ഏറ്റവും വലിയ പ്രകൃതി ദുരന്തങ്ങളൊക്കെ ഉണ്ടായത് ഇടതുപക്ഷ സർക്കാർ ഇരിക്കുന്ന സമയത്താണ് അല്ലേ. അതേപോലെ തന്നെ കോവിഡ് മഹാമാരി കാലഘട്ടങ്ങളിൽ അല്ലെങ്കിൽ മഹാമാരി ആഞ്ഞടിച്ച സമയത്തും ഒരു തെല്ലിട പോലും വിടാതെ അല്ലെങ്കിൽ അതിന്റെ അടിപതറാതെ നിന്നൊരു സർക്കാർ തന്നെയായിരുന്നു നമ്മുടെ ഇടതുപക്ഷം. ആ ഒരു കാര്യത്തിൽ ഒരു തർക്കവും ആർക്കുമില്ല. ആ ഒരു കാര്യത്തിൽ എനിക്കും തർക്കമില്ല. നല്ലത് കണ്ടാൽ നല്ലതെന്ന് തന്നെ നമ്മൾ പറയണം. അതുകൊണ്ട് തന്നെയാണ് ഞാൻ ഈ ഒരു കാര്യം എടുത്തു പറയുന്നത്. ഇനി വരാൻ പോകുന്ന പാർട്ടി അല്ലെ ഇനി വരാൻ പോകുന്ന അധികാരത്തിൽ ഇരിക്കാൻ പോകുന്ന ആളുകൾ അവർക്കൊന്നും ഇത്രയും അധികം ബുദ്ധിമുട്ടുകൾ അനുഭവിക്കേണ്ടി വരില്ല എന്ന് എനിക്ക് എടുത്തു പറയാൻ സാധിക്കും. അതായത് ഈ ഇടതുപക്ഷ സർക്കാർ കണ്ടത്രയും വലിയ ദുരന്തങ്ങളൊന്നും ഇവർക്ക് കാണേണ്ടി വരില്ല, അല്ലെങ്കിൽ ഇത്രയും വലിയ ദുരന്തങ്ങളൊന്നും അഭിമുഖീകരിക്കേണ്ടി വരില്ല. അതുകൊണ്ട് തന്നെയും മികച്ച ഒരു ഭരണമാണോ അല്ലെങ്കിൽ ഇവർ എന്തൊക്കെയാണ് ജനങ്ങൾക്ക് വേണ്ടി ചെയ്യുന്നതെന്നുള്ളത് നമുക്ക് കമ്പാരിസൺ ചെയ്യാനും പാടാണ്. കാരണം ഈ ഇടതുപക്ഷ സർക്കാർ ഇരിക്കുന്ന സമയത്ത് അവർ ചെയ്തിട്ടുള്ള പ്രവർത്തനങ്ങളും അവർ ചെയ്തിട്ടുള്ള മുൻകരുതലുകളും അല്ലെങ്കിൽ ജനങ്ങളുടെ ക്ഷേമത്തിന് വേണ്ടി എന്തൊക്കെ ചെയ്തു എന്നുള്ളത് വെച്ച് കമ്പയർ ചെയ്യുന്ന സമയത്ത് ഈ ദുരന്തങ്ങൾ മഹാമാരിയും ദുരന്തങ്ങളും എല്ലാം നമ്മളെടുത്ത് കമ്പയർ ചെയ്യേണ്ടി വരും. ഈ വരുന്ന പാർട്ടി ഇരിക്കുന്ന സമയത്ത് ഇത്രയും കാര്യങ്ങളൊന്നും ഉണ്ടാവാതിരിക്കട്ടെ, അനിഷ്ട സംഭവങ്ങൾ ഉണ്ടാവാതിരിക്കട്ടെ നമുക്ക് എടുത്ത് പറയാം. പല ആളുകളും പറഞ്ഞത് കാരണഭൂതൻ ഇരിക്കുന്നത് കൊണ്ടാണ് ഇങ്ങനത്തെ മഹാമാരി കോവിഡ് പോലെയുള്ള മഹാമാരികൾ വന്നതെന്നൊക്കെ ആയിരുന്നു. അതൊക്കെ അവിടെ നിൽക്കട്ടെ. ഇടതുപക്ഷം എന്ന് പറയുന്നൊരു പാർട്ടി തോറ്റുപോയി എന്ന് പറഞ്ഞുകൊണ്ട് പല ആളുകളും കരയുന്നതും പല ആളുകളുടെ സന്തോഷമൊക്കെ ഞാൻ കണ്ടു. ശരിക്കും പറഞ്ഞാൽ ഇടതുപക്ഷമല്ല അവിടെ തോറ്റുപോയിരിക്കുന്നത്, ചില വ്യക്തികളാണ് തോറ്റുപോയിരിക്കുന്നത്. ചില വ്യക്തികളുടെ ആശയങ്ങളും ആദർശങ്ങളുമാണ് അവിടെ ഇല്ലാതായിരിക്കുന്നത്. പിണറായി വിജയൻ എന്ന് പറയുന്നൊരു വ്യക്തിയുടെ ആദർശവും ആശയവും അല്ല അഹങ്കാരം കൊണ്ടാണ് ഇത് സംഭവിച്ചതെന്ന് മറ്റുള്ളവർ പറയുന്നത് പോലെ ആ സ്ഥിരം ക്ലീശ ഞാൻ പറയുന്നില്ല. ഓരോ ആളുകളും ജയിക്കുമ്പോഴും തോൽക്കുമ്പോഴും ഒക്കെ അവർ ചെയ്തിട്ടുള്ള നല്ല പ്രവർത്തികളെല്ലാം മറന്നു വെച്ചിട്ട് അല്ലെങ്കിൽ അതെല്ലാം മറച്ചു വെച്ചിട്ട് അവരെ പറ്റി കുറ്റപ്പെടുത്തുന്ന ഒരാളുകളാണല്ലോ നമ്മുടെ ഈ സമൂഹത്തിലുള്ളത്. നല്ലത് ചെയ്തത് നമ്മൾ നല്ലതെന്ന് തന്നെ അത് പോയിന്റ് ചെയ്ത് അല്ലെ ഹൈലൈറ്റ് ചെയ്ത് തന്നെ നമ്മൾ പറയണം. ഈ വയനാട്ടിൽ ഈ ദുരന്ത ബാധിതർക്ക് കയറി കിടക്കാൻ വീടില്ലാത്ത ആളുകൾക്ക് വീട് വെച്ച് നൽകിയത് ഈ ഇടതുപക്ഷമാണ്. ഓരോ അച്ഛനെയും അമ്മയെയും കൈപിടിച്ച് ഉയർത്തി അവരുടെ എല്ലാം സ്വപ്ന ഭവനം സാക്ഷാത്കരിച്ചു കൊടുത്തത് ഈ ഇടതുപക്ഷം തന്നെയാണ്. പല ആളുകളും പലതും ചെയ്യുമെന്ന് പറഞ്ഞുകൊണ്ട് പ്രഹസനം കാണിക്കുമ്പോഴും ഇതെല്ലാം ഞങ്ങൾ ചെയ്ത് കാണിച്ചിട്ട് ഞങ്ങൾ പ്രഹസനം കാണിക്കുമെന്ന് പറഞ്ഞൊരു പാർട്ടി ഇടതുപക്ഷമാണ്. അപ്പൊ ഇങ്ങനെയുള്ള ഒരു ഇടതുപക്ഷത്തിന്റെ ഒരു തോൽവിയിൽ വളരെയധികം സന്തോഷം കൊള്ളുന്ന കുറച്ച് മാധ്യമ പാപ്പരാസികളെയൊക്കെ നമ്മൾ കണ്ടിരുന്നല്ലേ. 24 ന്യൂസ് അടക്കം, റിപ്പോർട്ട് ചാനൽ അടക്കം, മരമുറിക്കാരന്റെ ചാനൽ അടക്കം പല ചാനലുകളിലുള്ള മെഴുകലുകൾ നമ്മൾ കണ്ടിരുന്നു. സ്മൃതി പരുത്തിക്കാട്, നമുക്കറിയാം വയനാട് വിഷയങ്ങൾ തുടങ്ങി അങ്ങോട്ടും ഇങ്ങോട്ടും നമ്മൾ എല്ലാ കാര്യങ്ങളിലും സ്മൃതിയെ പറ്റി ചർച്ച ചെയ്യുന്നുണ്ട്. സ്മൃതിക്ക് വലിയ സന്തോഷമായിരുന്നു ഇടതുപക്ഷം തോറ്റു പോകുന്നു അറിഞ്ഞപ്പോൾ. വലിയ ആഹ്ലാദ പ്രകടനവും ഫ്ലോറിൽ കിടന്നുള്ള ഡാൻസും ഒരുപാട് കാര്യങ്ങളൊക്കെ നമ്മൾ കണ്ടു. ഞാൻ ഒരിക്കലും വലതുപക്ഷത്തിനെ കുറ്റം പറഞ്ഞുകൊണ്ട് പറയുന്നതല്ല. വലതുപക്ഷം വരുന്ന സമയത്ത് അവരെന്തൊക്കെ നല്ല കാര്യങ്ങൾ പറഞ്ഞതുപോലെ തന്നെ വെറും പ്രഹസനങ്ങൾ ആവാതിരിക്കട്ടെ എന്ന് പറയാൻ വേണ്ടിയിട്ട് കൂടിയാണ് ഞാൻ വന്നിരിക്കുന്നത്. ഞാൻ ആദ്യമേ പറഞ്ഞു ഇത് ശരിക്കും ഒരു പാർട്ടിക്കേറ്റൊരു അടിയെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. ചില വ്യക്തികളുടെ ആദർശത്തിനും ചില വ്യക്തികളുടെ അഹങ്കാരത്തിനും ഒക്കെ ജനങ്ങൾ കൊടുത്ത മറുപടിയാണ്. അപ്പൊ എന്തായാലും പിണറായി വിജയനെ പറ്റി നമുക്ക് പിണറായി വിജയൻ അത്ര മോശപ്പെട്ടൊരു നേതാവെന്നൊന്നും നമുക്ക് പറയാൻ പറ്റത്തില്ല. നല്ലൊരു നേതാവ് തന്നെയായിരുന്നു. നമ്മുടെ കേരളം കണ്ടതിൽ വെച്ച് ഏറ്റവും മികച്ച നേതാവ് തന്നെയായിരുന്നു. ഉമ്മൻചാണ്ടി സർക്കാരിനെ ഉമ്മൻചാണ്ടിയെ പറയുന്നത് പോലെ നമ്മൾ പല ആളുകളെ പറ്റിയും പല മുഖ്യമന്ത്രിമാരെ പറ്റി VS അച്യുതാനന്ദൻ അടക്കമുള്ള ആളുകളെ പറ്റി പറയുന്നത് പോലെ കേരളം കണ്ട ഏറ്റവും മികച്ച ഒരു ഭരണാധികാരി എന്ന് നമുക്ക് പറയാൻ സാധിക്കുകയുള്ളൂ അല്ലേ. അങ്ങനെ തന്നെ നമ്മൾ പറയണം. നമ്മൾ തെറ്റ് കണ്ടാൽ തെറ്റെന്ന് പറഞ്ഞാൽ നല്ലത് കണ്ടാൽ നല്ലതെന്ന് പറയാം. തെറ്റില്ല എന്ന് ഞാൻ പറയുന്നില്ല. മറ്റ് മുൻപുള്ള ഭരണ പാർട്ടികളിലിരിക്കുമ്പോൾ അല്ലെ മുൻപുള്ള ഭരണത്തിൽ ഉണ്ടായിരുന്നതിൻ്റെ അത്രയും തെറ്റുകളില്ല എന്ന് എനിക്കിവിടെ എടുത്ത് പറയാൻ പറ്റുള്ളൂ. ഞാൻ കമ്മി ആയതുകൊണ്ടൊന്നുമല്ല. ഞാനൊരു പൊതുവെ ഇങ്ങനെ നിരീക്ഷിക്കുന്ന സമയത്ത് എനിക്ക് മനസ്സിലായ ഒരു കാര്യം തന്നെയാണ്. അതിനെ ആർക്കും തെറ്റ് പറയാനില്ല. പിണറായി വിജയൻ അല്ലെ പിണറായി വിജയന്റെ പാർട്ടിയിൽ ഇരിക്കുന്ന ആളുകൾ കൊള്ളരുതായ്മ
ചെയ്തു എന്നൊന്നും ആർക്കും പറയാനില്ല. പറയാനുള്ളത് വലതുപക്ഷത്തിനോട് BJPയോട് അനുഭവമുള്ള ആളുകൾക്ക് മാത്രമാണ്. നമ്മൾ അതിൻ്റെ കൂടെ നിന്നിട്ട് കാര്യമില്ല. നമ്മൾ പൊതുവെ ചർച്ച ചെയ്യുമ്പോൾ പൊതുവായിട്ടുള്ള കാര്യങ്ങൾ തന്നെ പറയണം. ഞാൻ ഇന്ന് കണ്ടൊരു പോസ്റ്റ് ഞാൻ നിങ്ങളിന്ന് കാണിച്ചു തരാം. പിണറായി വിജയൻ പടിയിറങ്ങുമ്പോൾ പിണറായി വിജയനെ കളിയാക്കുന്ന ആളുകൾക്കെതിരെയൊക്കെ ഒരുപാട് ആളുകളാണ് പോസ്റ്റുകൾ ഇട്ടിരിക്കുന്നത്. അങ്ങനെ നമുക്കറിയാം എല്ലാ കാര്യങ്ങളും പ്രതികരിക്കുന്ന അല്ലേ ഈ പറയുന്ന സംഘികളുടെ കോട്ടയിൽ കയറി ചെന്നുകൊണ്ട് ഇടതുപക്ഷത്തിൻ്റെ ഒരു അനുഭാവി അല്ലെ ഇടതുപക്ഷത്തിൻ്റെ ഒരു നേതാവൊക്കെ ആയിട്ടുള്ള നീനു കെ ജയൻ പറഞ്ഞ കാര്യങ്ങളൊക്കെ നമ്മൾ ചർച്ച ചെയ്തിട്ടുണ്ട്. ആ നീനു തന്നെ ഇട്ടിരിക്കുന്ന ഒരു പോസ്റ്റ് ഞാൻ വായിച്ച് കേൾപ്പിക്കാം. നന്ദി. പടിയിറങ്ങും മുൻപ് കയറി കിടക്കാൻ കിടപ്പാടം സ്വന്തമാക്കി കൊടുത്തതിന്, എല്ലാ അമ്മമാരെയും അച്ഛന്മാരെയും വീട്ടമ്മമാരെയും സഹോദരിമാരെയും കരുതലോടെ ചേർത്ത് നിർത്തിയതിന്, ദുരന്തങ്ങളിൽ നിന്ന് കൈപിടിച്ചുയർത്തി കൈപിടിച്ച് കയറ്റി ഇന്നത്തെ കേരളത്തെ തിരികെ നൽകിയതിന്, കേരളത്തിലെ ഓരോ മനുഷ്യരുടെ ആത്മാഭിമാനത്തിന് വിലയിട്ട ഒരു വർഗീയ ശക്തികളോടും വിധേയപ്പെടാതെ നയിച്ചതിന്, 10 വർഷക്കാലവും പറഞ്ഞ വാക്കുകൾ പാലിച്ച് ഉത്തരവാദിത്തങ്ങൾ പറഞ്ഞപടി എല്ലാ മനുഷ്യർക്കും ചെയ്തു നൽകിയതിന്, അടച്ചുപൂട്ടി പോകുവാൻ നിന്ന സ്കൂളുകൾക്ക് പുതുജീവൻ നൽകിയതിന്, പാഠപുസ്തകങ്ങൾ നേരത്തെ നൽകിയതിന്, ഞങ്ങളുടെ കുട്ടികൾക്ക് നല്ല ഭക്ഷണം നൽകിയതിന്, മനുഷ്യനെ ജീവിക്കുന്നുവെന്ന അടയാളം പോലും ഇല്ലാത്ത മനുഷ്യരെ കണ്ടെത്താനായി സ്വന്തമായി മേൽവിലാസം കൊടുത്തതിന്, കേരളത്തിന്റെ മതേതരത്വത്തിന് വിള്ളലേൽക്കാതെ കാവലായതിന്, ജനങ്ങളുടെ കണ്ണീരിനെ ഇല്ലായ്മയെ വിറ്റ് ജീവിക്കാൻ തുനിയാത്ത നിലപാടുകൾക്ക് നന്ദി എന്ന് പറഞ്ഞുകൊണ്ടാണ് നീനു ആ പോസ്റ്റ് ഇട്ടിരിക്കുന്നത്. ആ പോസ്റ്റുകളെല്ലാം വളരെയധികം വ്യക്തമായിട്ടുള്ള കാര്യം തന്നെയാണ് ആ കുട്ടി പറഞ്ഞിരിക്കുന്നത്. എല്ലാത്തിനും പിണറായി വിജയനോട് നന്ദി പറഞ്ഞുകൊണ്ട് തന്നെയാണ് നീനു ആ ഒരു പോസ്റ്റ് പങ്കുവച്ചിരിക്കുന്നത്. ഈ ഒരു കാര്യം തന്നെ നമ്മൾ കേരളത്തിലെ എല്ലാ ജനങ്ങളും ആ ഒരു കാര്യത്തിൽ നമുക്കൊരു കൂറുള്ളവരായിരിക്കണം. നല്ലത് കണ്ടു കഴിഞ്ഞാൽ നല്ലതെന്ന് നമ്മൾ എപ്പോഴും പറയുന്നത് പോലെ നല്ലതിനെ നല്ലതെന്ന് തന്നെ പറയണം. ഒരു ഭരണമാറ്റം പല ആളുകൾക്കും ആഗ്രഹമുണ്ട്. ഭരണമാറ്റം ഉണ്ടാവണം. എല്ലായ്പ്പോഴും എല്ലാവരും ഒരാൾ തന്നെ ഭരിക്കണമെന്നില്ല, പല ആളുകളും വരണം. എന്നാൽ മാത്രമേ നമുക്ക് പറയാൻ പറ്റുള്ളൂ മുൻപുണ്ടായിരുന്നവർ എന്താണ് ചെയ്തത്, ഇപ്പോൾ ഉള്ള ആളുകൾ എന്താണ് ചെയ്തത് എന്നുള്ളത്. എന്തായാലും നല്ലത് തന്നെ ചെയ്യാൻ പറ്റട്ടെ വലതുപക്ഷത്തിന് തന്നെ പറയുകയാണ്. പ്രതിപക്ഷമായിട്ട് ഇനി വരാൻ പോകുന്നത് പിണറായി വിജയനും സംഘവുമായിരിക്കും. അങ്ങനെയെങ്കിൽ കുറച്ച് വിയർക്കാൻ പോകുന്ന ടീംസ് വലതുപക്ഷം അല്ലെങ്കിൽ ഈ ഭരണപക്ഷം എന്ന് പറയുന്ന UDF തന്നെയായിരിക്കും. ഇനി ആരാണ് CM എന്നുള്ളതിൻ്റെ അടിയൊക്കെ നമുക്കിനി കാണാം. പിന്നെ ഞാൻ കണ്ടൊരു വേറൊരു പോസ്റ്റിൽ അവർ പറയുന്നത് ഇങ്ങനെയാണ്. അതായത് ഈ സംഘികളുടെ ഈ മെഴുകലുകൾക്ക് വിട്ടുകൊടുക്കാത്ത കുറച്ച് മുഖ്യമന്ത്രിമാർ, അതിൽ 3 മുഖ്യമന്ത്രിമാരെ പറ്റിയാണ് ആ ഒരു പോസ്റ്റിൽ അവർ പറഞ്ഞിരിക്കുന്നത്. അതിലൊന്ന് സ്റ്റാലിനാണ്, MK സ്റ്റാലിൻ. 2 നമ്മുടെ പിണറായി വിജയൻ സഖാവാണ്. പിന്നെ വേറെ ആളെ പറ്റിയും പറയുന്നുണ്ട്. അത് ആരാണെന്നുള്ളതിൻ്റെ ഒരു പോസ്റ്റ് ഉണ്ടായിരുന്നു, ആ പോസ്റ്റ് മിസ്സായിപ്പോയി. അപ്പോൾ അങ്ങനെ ഈ 2 പേരുടെ പേര് നമുക്ക് നോക്കിയാൽ മതി. അതായത് പിണറായി വിജയൻ എന്ന് പറയുന്ന ഒരു മനുഷ്യൻ ഈ നാട്ടിലെ ഒരു വർഗീയ ശക്തികൾക്കും അധികാരമല്ല, ഒരു വർഗീയ ശക്തികൾക്കും മെഴുകാനായിട്ട് അവസരം കൊടുക്കില്ല എന്ന് പറഞ്ഞുകൊണ്ട് തന്നെ അതിശക്തമായിട്ട് നിലകൊണ്ടിരുന്ന ഒരു മനുഷ്യൻ തന്നെയാണ്. അതുകൊണ്ട് തന്നെയാണ് ഒരു വർഗീയ ശക്തികളുടെ മെഴുകലുകൾ കേരളത്തിലേക്ക് വരാതിരുന്നതും. അപ്പം ഞാൻ ഇന്ന് കണ്ടൊരു പോസ്റ്റ് ഞാൻ നിങ്ങളൊന്ന് കാണിച്ചു തരാം. പോസ്റ്റ് അല്ല, ഒരു വീഡിയോ ഞാൻ നിങ്ങളെ കാണിച്ചു തരാം. റിപ്പോർട്ടർ ചാനൽ അതിൽ മോദി ഭരണത്തിനെതിരെ ധീരമായി നിന്ന 3 മുഖ്യമന്ത്രിമാർ, ഒന്ന് സ്റ്റാലിൻ, ഒന്ന് പിണറായി വിജയൻ, ഒന്ന് മമത, 3 പേരും ഭരണത്തിൽ നിന്ന് പുറത്തായി എന്നതാണ് ഈ തെരഞ്ഞെടുപ്പ് ഫലത്തിന്റെ ദേശീയ രാഷ്ട്രീയ പ്രാധാന്യം എന്ന് പറഞ്ഞുകൊണ്ട് പോസ്റ്റാണ് ഞാൻ കണ്ടത്. വളരെ വ്യക്തമായിട്ടുള്ള കാര്യം തന്നെയാണ്. അപ്പോൾ ഇനി സ്മൃതീഷിന്റെ ഒരു മെഴുകലി ഞാൻ നിങ്ങളെ കാണിച്ചുതരാം. അതിന് മാത്തൂ സജിയുടെ മറുപടിയും മാത്തൂ സജി പറയുന്ന കാര്യങ്ങളും ഒക്കെ ഞാൻ കാണിച്ചുതരാം. ആദ്യം നമുക്ക് സ്മൃതിയുടെ മെഴുകലിലേക്ക് പോവാം. തന്നെയാണ് ഈ ഇടതുപക്ഷ സർക്കാരിനെ തിരുത്താനായി മുന്നോട്ട് വന്നിട്ടുള്ളതെന്നാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമായി ഞാൻ അതിൽ കാണുന്നത്. ഇടതുപക്ഷത്തിൽ വിശ്വസിക്കുന്ന, യഥാർത്ഥ ഇടതുപക്ഷത്തിൽ വിശ്വസിക്കുന്ന, ഇടതുപക്ഷം നിലനിൽക്കണം എന്ന് ആഗ്രഹിക്കുന്ന വലിയൊരു കൂട്ടം ഈ തിരുത്തലിൽ മുന്നോട്ട് വന്നിട്ട് ആ തിരുത്തലാണ് നമ്മൾ പയ്യന്നൂരിലും തളിപ്പറമ്പിലും ഒക്കെ കാണുന്നത്. ഒരു ഘട്ടത്തിൽ ധർമ്മടത്ത് 6 റൗണ്ട് എണ്ണുന്നത് വരെ പിണറായി വിജയനെ വിറപ്പിക്കാൻ ഒരു കോൺഗ്രസിലെ ഒരു യുവ നേതാവിന് സാധിച്ചു എന്ന് പറയുമ്പോൾ അത് നൽകുന്ന സൂചന ചെറുതല്ല എന്നുള്ളതാണ്. ധർമ്മടത്തൊക്കെ കണ്ണും പൂട്ടി ജയിച്ചിരുന്ന കഴിഞ്ഞ തവണത്തെ ഭൂരിപക്ഷം നമുക്കറിയാമല്ലോ. ഇത്തവണത്തെ ഭൂരിപക്ഷം നോക്കൂ. അപ്പോൾ പയ്യന്നൂരിൽ അല്പം മുമ്പ് KC വേണുഗോപാൽ നമ്മുടെ ചർച്ചയിൽ തുടക്കത്തിൽ സംസാരിക്കുമ്പോൾ അദ്ദേഹം പറഞ്ഞൊരു കാര്യം, പയ്യന്നൂരിൽ കുഞ്ഞികൃഷ്ണനെ നിർത്തുന്ന ഒരു സന്ദേശം എന്ന നിലയ്ക്കാണ്, ഒരു മെസ്സേജ് എന്ന നിലയ്ക്കാണ് അദ്ദേഹം ഉയർത്തിയ ഒരു വിഷയം ഉയർത്തിക്കൊണ്ടാണ്. അത് എന്തായിരുന്നു ആ വിഷയം? അവിടെ ധനരാജ് ഫണ്ട്, രക്തസാക്ഷി ഫണ്ട് ദുരുപയോഗം നടന്നിരിക്കുന്നു. ആ ഫണ്ട് വകമാറ്റി വേറെ രൂപത്തിൽ നേതാക്കളുടെ അക്കൗണ്ടിലേക്ക് പോയിരിക്കുന്നു എന്ന്. ഇത് സ്മൃതിയുടെ ഒരു മെഴുകലാണ്. ഇതുപോലെ തന്നെ ഒരുപാട് മെഴുകലുകളുമായിട്ട് സ്മൃതി രംഗത്തേക്ക് വരുന്നത്. സ്മൃതിക്ക് ഇനിയും നല്ല രീതിയിൽ മെഴുകാം. കാരണം സ്മൃതിക്ക് കിട്ടിയ പണികൾക്കെല്ലാം മറുപടി കൊടുക്കാനായിട്ട് സ്മൃതിയുടെ ആളുകൾ തന്നെ അധികാരത്തിൽ വന്നിരിക്കുകയാണ്. അപ്പോൾ ഒരു അധികാരമോഹവും പേറിക്കൊണ്ടിരിക്കുന്ന കുറച്ച് ആളുകൾ ആണിപ്പോൾ അധികാരത്തിൽ വന്നിരിക്കുന്നത്. എല്ലാ ആളുകളുടെ ഉള്ളിൽ അധികാരമോഹമുണ്ടില്ലെന്ന് ഞാൻ പറയുന്നില്ല. എന്തായാലും ഇടതുപക്ഷം ചെയ്തതുപോലെയൊക്കെ ചെയ്യാൻ സാധിക്കുമോ എന്നുള്ളൊരു കാര്യത്തിൽ ഒരു ചോദ്യമുണ്ട്. പക്ഷേ പല ആളുകളുടെയും ചിന്താഗതികളും പ്രവർത്തന രീതികളും ഒക്കെ വ്യത്യസ്തമാണ്. നല്ലത് തന്നെ ചെയ്യട്ടെ എന്ന് പറയാം. മാത്തൂസിജി പറയുന്നൊരു കാര്യം, അതായത് കടപുഴകുക എന്നുള്ള ചോദ്യത്തിന് മാത്തൂസിജി പറയുന്നൊരു കാര്യമുണ്ട്. ഞാനത് കേൾപ്പിച്ചു തരാം. സ്തുതിപാഠകരുടെ വൃന്ദം ഉണ്ടാക്കി വെക്കുക,
അവർ പറയുന്നത് മാത്രം ചെവിയിലേക്ക് കേൾക്കുക, വിമർശനങ്ങളെ എല്ലാത്തിനെയും തല്ലി ഒതുക്കി തീർക്കുക, ചെവി കൊടുക്കാതിരിക്കുക. അവരൊന്നും ഇടതുപക്ഷത്തിന് വേണ്ടി പറയുന്നവരല്ല എന്ന് ലേബൽ ചെയ്യുക. അവരൊക്കെ സംഘ ആശയങ്ങളുള്ളവര് എന്ന് ചാപ്പ് കുത്തി കൊടുക്കുക. അവരൊക്കെ ഇടതുപക്ഷത്തിന്റെ തകർച്ച കാണാൻ വേണ്ടി കച്ചകെട്ടിയിറങ്ങിയ വലതുപക്ഷ മാധ്യമങ്ങൾ എന്ന്, അവരുടെ മുറുമുറുപ്പുകൾ എന്ന് പറയുക. അവരൊക്കെ പ്രതിപക്ഷത്തിന്റെ കുടലൂത്തുകാര് എന്ന് പറയാം. ഒന്ന് ആലോചിച്ച് നോക്കൂ. കുപ്പിയും കോഴിക്കാലുമാണ് കേരളത്തിലെ മാധ്യമ പ്രവർത്തകരെ നയിക്കുന്ന വികാരം എന്ന് പറയുക. 10 വർഷം പുറത്തു നിന്ന് ഒരു പാർട്ടിയുടെ കുപ്പിയും കോഴിക്കാലുമാണോ, അതോ 10 വർഷം അധികാരത്തിൽ നിന്ന് ഒരു പാർട്ടിയുടെ കുപ്പിയും കോഴിക്കാലുമാണോ കൂടുതൽ ലഭ്യമാവുക? അപ്പോൾ പ്രതിപക്ഷത്ത് നിൽക്കുന്ന മാധ്യമ പ്രവർത്തകർക്ക്, അല്ലെങ്കിൽ പ്രതിപക്ഷം പറയുന്ന കാര്യങ്ങളോട് ചേർന്ന് നിൽക്കുന്ന മാധ്യമ പ്രവർത്തകർ അവരുടെ കുടലൂത്തുകാർ എന്ന് പറയുന്നതിനപ്പുറത്ത് അതിലൊരു വിമർശനമുണ്ട്. അതൊന്ന് കേട്ടുനോക്കാമെന്നൊരു ചിന്തയെങ്കിലും ഉണ്ടായിക്കൂടെ എന്നെനിക്ക് ചോദിക്കണമെന്ന്. കേൾക്കാമല്ലോ, വിമർശനമല്ലേ, അംഗീകരിക്കേണ്ടതേ. പക്ഷെ അത് ഒന്ന് വിശകലനം ചെയ്യാമല്ലോ. ആ നിലയ്ക്ക് കൂടി ഇല്ലല്ലോ. പരിഹാസമല്ലേ എന്നാ ചോദിക്കുന്നത്. ലോക്സഭാ തെരഞ്ഞെടുപ്പ്, ഉപതെരഞ്ഞെടുപ്പുകൾ, തദ്ദേശ തെരഞ്ഞെടുപ്പ് തോറ്റുവെന്ന് സമ്മതിച്ചോ? ആകെ സമ്മതിച്ചത് ഗോവിന്ദ മാസ്റ്ററാണ്. ഞങ്ങൾ നന്നായി തോറ്റു എന്ന് ഒരു ഘട്ടത്തിൽ അദ്ദേഹം പറഞ്ഞു. ഇല്ല, പക്ഷെ അവിടെയൊക്കെ ജനം കൂടെ നിൽക്കും എന്ന വിചാരമുണ്ടായി. ഇനി പാർട്ടിക്ക് ഞാൻ കുറ്റം പറയുകയില്ല. നോക്കൂ, നേതൃത്വത്തെ തള്ളി പറയുക എന്നത് എളുപ്പമുള്ള ഒരു കാര്യമാണ്. പക്ഷെ അവരിലേക്ക് ആ ആശയങ്ങൾ എത്താതിരിക്കാൻ, അവരിലേക്ക് ഇങ്ങനെ ഒരു മണ്ണൊലിപ്പുണ്ട് എന്നുള്ളത് പറയാത്ത സ്തുതിപാഠക സംഘത്തിന്റെ ഈ ഒച്ചയെടുപ്പിനിടയിലാണ് ഈ പാർട്ടിക്ക് തിരുത്താൻ പോലും കഴിയാത്ത സാഹചര്യം ഉണ്ടായത് എന്ന് ഞാൻ വിചാരിക്കുകയാണ്. ഇപ്പൊ നോക്കൂ, പിണറായി വിജയൻ ധർമ്മടത്ത് 6 റൗണ്ട് പുറകിൽ നിൽക്കുന്നത് പിണറായി വിജയൻ എന്ന് പറയുന്ന വ്യക്തിയല്ല, അത് പാർട്ടിയാണ് അവിടെ പിന്നിൽ നിൽക്കുന്നത്. അതായത് ധർമ്മടത്ത് പാർട്ടി ഇത് സ്തുതി പാഠകരെ പറ്റി സ്മൃതി പറയുന്ന കാര്യമാണ്. ഇത് UDF കൊടുക്കുന്ന ഒരു വാണിംഗ്, അല്ലെങ്കിൽ UDF കൊടുക്കുന്ന ഒരു സന്ദേശം എന്നൊക്കെ വേണമെങ്കിൽ നമുക്ക് പറയാം. ഇതിൽ തന്നെ പറയുന്ന വേറൊരു കാര്യമുണ്ട്. ശരിക്കും തോറ്റുപോയ എന്നുള്ള ചോദ്യത്തിന് അവിടെ പ്രസക്തിയില്ല. കൊടുങ്കാറ്റായിട്ട് തന്നെ തിരികെ വരേണ്ട ഒരു പാർട്ടി തന്നെയാണ് ഇടതുപക്ഷം എന്ന് പറഞ്ഞുകൊണ്ട് പറയുന്നൊരു വീഡിയോ ഉണ്ട്. അതവിടെ കാണിച്ചു തന്നിട്ട് വേറെ ആള് CPM-കാർക്ക് പാർട്ടിയെക്കുറിച്ച് അഭിമാനം തോന്നേണ്ട ദിവസം എന്ന് പറഞ്ഞുകൊണ്ട് പോസ്റ്റ് പങ്കുവെച്ചിട്ടുണ്ട്. ഞാൻ അതോടെ കാണിച്ചു തരാം. എം സ്വരാജിന്റെ പോസ്റ്റ് അവസാനിക്കുന്ന ഒരു വാക്കുണ്ട്, കൊടുങ്കാറ്റ് പോലെ തിരിച്ചു വരും. CPM എന്ന് പറയുന്ന സംഘടന കൊടുങ്കാറ്റ് പോലെ തിരിച്ചു വരേണ്ട ഒരു സംഘടനയാണ്. എല്ലാ കാലത്തേക്കും പ്രതിപക്ഷത്തേക്ക് ഒതുങ്ങിപ്പോകേണ്ടതോ, ഇനി ഒരിക്കലും അധികാരത്തിലേക്ക് വരാതിരിക്കേണ്ടതോ, ത്രിപുര പോലെയോ ബംഗാൾ പോലെയോ മുച്ചൂടും മുടിഞ്ഞു പോകേണ്ടതോ ഒരു പാർട്ടിയല്ല ഇടതുപക്ഷവും CPM-ഉം. അത് കൊടുങ്കാറ്റ് പോലെ തന്നെ തിരിച്ചു വരേണ്ട ഒരു പാർട്ടിയാണ്. പക്ഷെ എങ്ങനെയാണെന്നറിയാമോ? തിരുത്തിക്കൊണ്ട് എന്നുള്ളതുണ്ട്. അല്ലാതെ എം സ്വരാജ് എഴുതി വെച്ചിരിക്കുന്ന സാഹിത്യമുണ്ടല്ലോ, ഇത് അനർഹമായ പരാജയമാണ് എന്ന് പറഞ്ഞ് ജനങ്ങളുടെ പെടലിക്ക് ആ പരാജയത്തിന്റെ ഉത്തരവാദിത്വം ഏറ്റുവെച്ചു കൊടുക്കുന്നത്. അങ്ങനെയല്ല തിരിച്ചു വരേണ്ടത്. നോക്കൂ, ഇന്ന് പറയുന്ന ഓരോ വാക്കുകൾക്കും ഈ സൈബർ ഇടങ്ങളിൽ നമ്മൾ പാർട്ടിയെ വിമർശിക്കാൻ വെമ്പി നിന്നവർ പറയുന്നു. ഇത് ഒരു രാഷ്ട്രീയ മുതലെടുപ്പായിട്ട് കാണുന്ന ഒരു കൂട്ടം ആളുകളാണ് മാധ്യമങ്ങളിൽ ഇരുന്നുകൊണ്ട് ഈ കമ്മ്യൂണിസ്റ്റിനോട് അനുഭവമുള്ള ആളുകളെ കൊണ്ടുപോലും പല രീതിയിലും പറയിപ്പിക്കാൻ ശ്രമിക്കുന്ന എന്നുള്ള കാര്യം നമുക്കറിയാം. ഞാനിപ്പോൾ നേരത്തെ പറഞ്ഞൊരു കാര്യം, CPM-കാർക്ക് പാർട്ടിയെക്കുറിച്ച് അഭിമാനം തോന്നേണ്ട ദിവസം എന്ന് പറഞ്ഞുകൊണ്ട് ഒരു പോസ്റ്റ് വന്നിട്ടുണ്ട്. ഞാൻ കാണിച്ചു തരാം. CPM-കാരനാണെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ പാർട്ടിയെക്കുറിച്ച് അഭിമാനം തോന്നേണ്ട ഒരു ദിവസമാണിത്. CPM-ന്റെ പ്രവർത്തകര് അവരുടെ പാർട്ടിയുടെ പോളിസിയെ കുറിച്ച് അവർക്ക് ആശങ്കയുണ്ട്. അത് വിട്ടുകൊടുക്കാൻ അവർ തയ്യാറല്ല. എന്നെ സംബന്ധിച്ചിടത്തോളം ധർമ്മടം നിയോജക മണ്ഡലത്തിൽ മുഖ്യമന്ത്രി പിറകോട്ട് പോകണമെങ്കിൽ അവരുടെ തീരുമാനം അതാണ്. അതൊരു സത്യത്തിൽ ഞാൻ ഇന്ന് ഒരാളോട് പറഞ്ഞത്, അതായത് നിങ്ങൾക്കൊരു CPM-കാരനാണെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ പാർട്ടിയെ കുറിച്ച് അഭിമാനം തോന്നേണ്ട ഒരു ദിവസമാണിന്ന്. കാരണം പാർട്ടിയും പാർട്ടിയുടെ പരിപാടിയും പാർട്ടിയുടെ നയങ്ങളും ഒരു തരത്തിലുള്ള ഇന്റിമിഡേഷനും വിട്ടുകൊടുക്കില്ല എന്ന് അവർ തീരുമാനിച്ചു. അതിന്റെ വയലന്റ് ആയിട്ടുള്ള അവർക്ക് ആ സാധനം പാർട്ടിക്കകത്ത് പറയാൻ പറ്റിയില്ലെങ്കിൽ കിട്ടിയ ആദ്യത്തെ ഓപ്പർച്യൂണിറ്റി അവർ ഉപയോഗിച്ചു എന്നുള്ളത് അതാണ് നമ്മൾ കാണേണ്ടത്. ഇപ്പൊ കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾ സാധാരണ ഇത് പറയുന്ന ഒരു കാര്യമുണ്ട്, ഞങ്ങളുടെ പാർട്ടിക്ക് തെറ്റ് പറ്റാറില്ല. ആ പാർട്ടി എന്നുള്ളത് ഒറ്റ മനുഷ്യനിലേക്ക് ചുരുങ്ങുകയും ഈ കളക്റ്റീവ് ലീഡർഷിപ്പ് എന്ന് പറയുന്ന കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾ സാധാരണ കൊണ്ടു നടക്കുന്ന വളരെ ഫണ്ടമെന്റൽ ആയിട്ടുള്ള ചില സാധനങ്ങൾ അത് ഇല്ലാണ്ടായി പോവുകയും അതിന്റെ ഫലമായിട്ട് പോളിസി അത് ബാധിക്കുകയും ചെയ്യുന്ന ഒരവസ്ഥ. ഇപ്പം നമ്മൾ തന്നെ ചർച്ച ചെയ്തിട്ടുള്ള ഒരു കാര്യമാണ്, CPM ഒരു സോഫ്റ്റ് ഹിന്ദുത്വ കളിച്ചിട്ടുണ്ടാവുക എന്നുള്ളത്. ഒരു സോഫ്റ്റ് ഹിന്ദുത്വ കളിക്കുക എന്നുള്ളത് ഒരു CPM കേഡറിനെ സംബന്ധിച്ചിടത്തോളം അത് അയാളുടെ ചിന്തയിൽ ഇല്ലാത്തതാണ്. ഹീസ് പ്രൗഡ് ഓഫ് ദ സെക്യുലർ ക്രെഡൻഷ്യൽസ് ഓഫ് ഹിസ് പാർട്ടി. അതിലൊരു കോംപ്രമൈസ് അയാളെ സമ്മതിക്കത്തില്ല. അയാൾക്കൊരു സേ ഉണ്ടായിരുന്നെങ്കിൽ അയാളത് സമ്മതിക്കത്തില്ലേ. അതിപ്പോ
പല ഇൻസ്റ്റൻസസ് ഉണ്ടായിരുന്നു. ആ ഇൻസ്റ്റൻസ് കണ്ടില്ലേ, ഒരുപാട് അവസരങ്ങൾ ഉണ്ടായിട്ടും അതൊന്നും എടുത്ത് കളിക്കാതെ നല്ല രീതിയിൽ തന്നെ നിന്നുകൊണ്ട് തന്നെ തോൽവി സമ്മതിച്ചു പോകുന്ന ഒരു പാർട്ടിയായിട്ട് തന്നെ ഇടതുപക്ഷത്തെ നമുക്ക് കാണേണ്ടി വരും. പക്ഷേ ഒരു കാര്യത്തിൽ ഏറ്റവും കൂടുതൽ അഭിമാനിക്കാൻ പറ്റുന്ന ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, വർഗീയ ശക്തികളെ ഈ കേരളത്തിലേക്ക് കൊണ്ടുവരാതിരിക്കാൻ, അല്ലെ വർഗീയ ശക്തികൾക്ക് കിടന്ന് മെഴുകാൻ അവസരം കൊടുക്കാതിരിക്കാൻ പിണറായി വിജയൻ സർക്കാരിന് സാധിച്ചു എന്നുള്ളൊരു കാര്യം അഭിമാനകരമായ ഒരു കാര്യം തന്നെയാണ്. വർഗീയതയ്ക്കും ജാതീയതയ്ക്കും മതത്തിന്റെ പേരിലുള്ള അടിച്ചമർത്തലുകൾക്ക് ഒന്നിനും ഒരവസരവും കൊടുക്കാതെ, ഒരു വൃത്തികെട്ട കഴുകൻ കണ്ണുകൾക്കും പതിക്കാൻ ഒരു സ്ഥലം കൊടുക്കാതെ ഈ കേരളത്തിനെ കാത്തു സൂക്ഷിച്ച ക്യാപ്റ്റനോട് നന്ദി തന്നെ കേരളത്തിലെ ജനങ്ങൾ പറയും. അധികാരങ്ങൾ മാറി പല ഭരണ കക്ഷികളും ഭരണ സംവിധാനങ്ങളും ഭരണ പാർട്ടികളും ഒക്കെ വരും. എന്തൊക്കെ വന്നെന്ന് പറഞ്ഞാലും പിണറായി വിജയന്റെ പാർട്ടിയിലുള്ള ആളുകളും ചെയ്തിട്ടുള്ള നല്ല കാര്യങ്ങൾ ജനമനസ്സുകളിൽ എന്നും ഉണ്ടാവും. അതിനു വേണ്ടിയിട്ട് ജനങ്ങൾ എന്നും കൂറുള്ളവർ തന്നെ ആയിരിക്കും. എന്തായാലും ഈ പ്രഹസനങ്ങളൊക്കെ പറഞ്ഞ ആളുകൾ ഇതൊക്കെ ചെയ്യുന്നുണ്ടോ, ചെയ്ത് കൊടുത്തിട്ടുണ്ടോ, എന്തൊക്കെയാണ് ചെയ്യാൻ പോകുന്നതെന്നൊക്കെ നമുക്കിനി കണ്ടറിയാം. എന്തായാലും പിണറായി വിജയൻ തോറ്റുപോയതിനോട് എനിക്ക് വലിയ വിഷമമൊന്നുമില്ല. കാരണം വരുന്ന ആരാണെങ്കിലും നല്ലത് ചെയ്താൽ മതി എന്നുള്ളൊരു ചിന്താഗതി മാത്രമേ എനിക്കുള്ളൂ. ജനങ്ങൾക്ക് അല്ലെങ്കിൽ ജനഹിതം മനസ്സിലാക്കി ചെയ്യാനായിട്ട് അവർക്ക് സാധിക്കട്ടെ എന്ന് എനിക്ക് പറയാനുള്ളൂ. ഇതിലൊരു സന്തോഷം കണ്ടെത്തുന്ന, ഈ ഒരു വാർത്തകൾ കാണുമ്പോൾ ഒരുപാട് ആനന്ദം കണ്ടെത്തുന്ന ആളുകൾ ഒന്ന് മനസ്സിലാക്കുക, ഒരു തോൽവി എന്ന് പറഞ്ഞാൽ ഒരു വിജയത്തിന്റെ മുന്നോടി എന്ന് പറയുന്ന ഒരു കാര്യം തന്നെയാണ്. 2 വർഷം അടുപ്പിച്ച് അല്ലെങ്കിൽ 2 തവണയായിട്ട് അടുപ്പിച്ച് മത്സരിക്കാൻ അല്ലെങ്കിൽ ഭരിക്കാൻ സാധിച്ച ഒരു പാർട്ടി തന്നെയാണ് ഇടതുപക്ഷം. അത് ജനങ്ങൾക്ക് അവരോടുള്ള വിശ്വാസം കൊണ്ടാണ്. അവരൊരു വിശ്വാസം പോയത് കൊണ്ടൊന്നുമല്ല, ഒരു ഭരണമാറ്റം വേണമെന്ന് ആഗ്രഹിച്ചത് കൊണ്ടായിരിക്കും, കൂടുതൽ ആനുകൂല്യങ്ങൾ കിട്ടുമെന്ന് ആഗ്രഹിച്ചത് കൊണ്ടായിരിക്കും. അതൊക്കെ കൊടുക്കാനായിട്ട് ഈ വരുന്ന പാർട്ടിക്ക് സാധിക്കട്ടെ. നല്ല രീതിയിൽ ഭരണങ്ങൾ കാഴ്ചവെക്കാൻ സാധിക്കട്ടെ. ഒരു വർഗീയ ശക്തികളെയും കേരളത്തിലേക്ക് കൊണ്ടുവരാതിരിക്കാനായിട്ട് അവർ മുന്നിലേക്ക് നിൽക്കട്ടെ എന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. എല്ലാ ആളുകൾക്കും എല്ലായ്പ്പോഴും നന്മ മാത്രം വരട്ടെ എന്നും പറഞ്ഞുകൊണ്ട് ഈ ഒരു വീഡിയോ അവസാനിക്കുകയാണ്. ഈ ഒരു വീഴ്ചയിൽ ആനന്ദം കണ്ടെത്തുന്ന ആളുകളുടെ രാഷ്ട്രീയ ബോധം എന്താണെന്ന് ഇപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായി കാണും. എന്തായാലും പൂർവാധികം ശക്തിയോടുകൂടി തിരികെ വരട്ടെ കമ്മ്യൂണിസം എന്ന് പറഞ്ഞുകൊണ്ട് പുതിയ വീഡിയോ ആയിട്ട് അടുത്ത ദിവസം കാണാമെന്നും പറഞ്ഞുകൊണ്ട് ഓക്കെ ബൈ.